എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഴം വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അത് തൊലി കറുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അത് 3 എടുത്തിട്ടുണ്ട്. 3 വലിയ തൊലി കറുത്ത പഴം, നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ, തേങ്ങ 1/2 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ആവശ്യത്തിന് നെയ്യ്, ഒരു 3 ടീസ്പൂൺ നെയ്യ് ആവശ്യമുണ്ട്. ഇനി പഴം പുഴുങ്ങിയെടുക്കുക. അത് കുക്കറിൽ ഒരു 3-4 വിസിലടിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. പഴം കുക്കറിൽ ഇട്ട് കൊടുത്തു. ഇനി അത് ഒരു 4 വിസിൽ അടിക്കണ വരെ ഒരു ഫുൾ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പഴം വേവണ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അതിനകത്തേക്കായിട്ട് ഒരു പാനിൽ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് നട്ട്സ് ഇട്ട് കൊടുത്തു. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി അരമുറി തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. തേങ്ങയുടെ പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് തീ ഓഫ് ചെയ്തിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് ഒരു 3 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കുക. പഴം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. നല്ലോണം തണുത്ത് കിട്ടണം. തണുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള നടുക്കുള്ള കറുത്ത ചെറിയ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചെറിയ ചെറിയ കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. പഴം കട്ടയില്ലാണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ചപ്പാത്തി പരുവത്തിന് ആക്കി കിട്ടണം, ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കണ പോലെ. അപ്പോൾ ഇതിനകത്തേക്ക് ഗോതമ്പ് പൊടി കുറേശ്ശായിട്ട് ചേർത്തിട്ട് അത് ചപ്പാത്തിയുടെ പരുവത്തിന് ആക്കിയെടുക്കുക. ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ നെയ്യ് നന്നായിട്ട് പുരട്ടിയിട്ട് അതിനകത്തേക്ക് ഇത് പരത്തിയെടുക്കണം. ഇത് കുഴച്ച് വെച്ചത് 2 ബോൾ പോലെ ആക്കി എടുത്തിട്ട് അത് നമുക്ക് പരത്തിയെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് എണ്ണ തേച്ചിട്ടാണ് പരത്തിയത്. പിന്നെ അത് കിണ്ണത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പം കുറച്ച് കനം കുറച്ച് പരത്തണം. വക്കിലേക്ക് കയറ്റിയിട്ട് കനം കുറച്ച് പരത്തുക. എന്നാലാണ് നമ്മൾ ഫില്ലിങ് ഇട്ടിട്ട് ഫില്ലിങ് പുറത്ത് പോവാണ്ട് നമുക്ക് അത് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കിണ്ണത്തിൽ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബോളും കൂടെ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കണം. നമ്മൾ അകത്ത് വെച്ച തേങ്ങ നട്ട്സൊന്നും പുറത്ത് പോകാണ്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വക്കിലുള്ളത് ആദ്യം വെച്ച് ലെയർ നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ തീരെ അത് തേങ്ങയൊന്നും പുറത്ത് പോകും. നന്നായിട്ട് എഡ്ജൊക്കെ ഉള്ളിലോട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡ്ഡലി തട്ടിലൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. നന്നായിട്ട് ആവി വന്നതിന് ശേഷം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് നെയ്യ് പുരട്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ 2 സൈഡും ഒന്ന് നമ്മൾ വേവിച്ച് വെച്ചത് തണുത്തതിന് ശേഷം 2 സൈഡും മൊരിച്ചെടുക്കാം. നെയ്യ് പുരട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഒരു സൈഡും വെച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറം വശത്ത് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് മറിച്ചിട്ട് മൊരിച്ചെടുക്കുക. അങ്ങനെ പഴം കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൊലി കറുത്ത പഴം വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് വേസ്റ്റിലിടാണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. കുട്ടികളാണെങ്കിലും പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഇങ്ങനെ നല്ല നെയ്യിൽ മൊരിച്ചെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് കഴിച്ചോളും.